ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് ഡിഫൈൻ പ്രോപ്പർട്ടീസ് എന്ന മെത്തേഡിനെ കുറിച്ചാണ്. ഒബ്ജക്റ്റ് ഡിഫൈൻ പ്രോപ്പർട്ടീസ് ഉപയോഗിക്കുന്നത് പുതിയ ഒരു മെത്തേഡ് നിർമ്മിക്കാൻ വേണ്ടിയോ ഒരു ഒബ്ജക്റ്റിനുള്ളിലെ പ്രോപ്പർട്ടിയെ നേരിട്ട് മാറ്റം വരുത്താൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു പുതിയൊരു മെത്തേഡ് നിർമ്മിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനുള്ളിലെ പ്രോപ്പർട്ടീസിനെ നേരിട്ട് മാറ്റം വരുത്താൻ വേണ്ടിയാണ് ഒബ്ജക്റ്റ് ഡിഫൈൻ പ്രോപ്പർട്ടീസ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഒബ്ജക്റ്റിനെ തിരികെ വിളിക്കുകയോ അല്ലെങ്കിൽ കൊണ്ടുവരികയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്തു നോക്കാം. ഓക്കെ, സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ വന്ന് സ്ക്രിപ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഇതിലൊരു കോൺസ്റ്റന്റ് വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. കോൺസ്റ്റ് എന്ന് എഴുതി ഇതിന് നമ്മൾ പേര് ചേർത്ത് കൊടുക്കുന്നത് ഒബ്ജക്റ്റ് 1 എന്നാണ്. ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഈക്വൽ ടു അതിനുശേഷം നമ്മളിതുപോലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് സെമിക്കോളം വെച്ച് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി ഇതിന് ശേഷം നമ്മളിവിടെ വന്ന് ഒബ്ജക്റ്റ് ഡിഫൈൻ പ്രോപ്പർട്ടീസ് ഉപയോഗിക്കണം. അപ്പോൾ ഒബ്ജക്റ്റ് ഡിഫൈൻ പ്രോപ്പർട്ടീസ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ കൊടുത്ത ഒബ്ജക്റ്റിൻ്റെ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു, കോമ. ഇതിന് ശേഷം നമ്മളിവിടെ വന്ന് ബ്രാക്കറ്റ് വീണ്ടും നമ്മൾ ഇതുപോലെ ഓപ്പൺ ചെയ്തെടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പുതിയൊരു പ്രോപ്പർട്ടീസ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മളിവിടെ വന്ന് പ്രോപ്പർട്ടി ഇഷ്ടമുള്ള പേര് കൊടുക്കാൻ ഞാൻ ഇവിടെ പ്രോപ്പർട്ടി എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, പ്രോപ്പർട്ടി 1 എന്ന് നമ്മളിതിന് പേരായിട്ട് ചേർത്ത് കൊടുത്തു. കോളൻ ഇട്ടതിന് ശേഷം വീണ്ടും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വീണ്ടും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ വാല്യൂ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്ന് വാല്യൂ എന്നിട്ടതിന് ശേഷം കോളൻ ഇട്ട് ഒരു വാല്യൂ ചേർത്ത് കൊടുത്തു. ഞാനിവിടെ കൊടുക്കുന്ന വാല്യൂ 44 എന്ന വാല്യൂ ആണ്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഓപ്പൺ ചെയ്ത എല്ലാ ബ്രാക്കറ്റും നമ്മളിവിടെ വെച്ച് വാല്യൂ കോമ ഇട്ടിട്ട് ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്ത എല്ലാ ബ്രാക്കറ്റും ഇവിടെ വന്ന് സെമിക്കോളം വെച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, ഇനി നമുക്കിത് ഇവിടെ ഒന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ പ്രിന്റ് ചെയ്യാൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന രൂപത്തിൽ തന്നെ കൺസോൾ ഡോട്ട് ലോഗ് ഇട്ടതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ നമ്മൾ കൊടുത്ത ഒബ്ജക്റ്റ് കോൺസ്റ്റന്റ് ഒബ്ജക്റ്റിന്റെ പേര് ഡോട്ട് നമ്മൾ കൊടുത്ത പ്രോപ്പർട്ടീൻ്റെ പേരും നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം സെമിക്കോളം വെച്ച് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ ഈ നമ്മളവിടെ കൊടുത്ത വാല്യൂ ആണ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരിക. ആ വാല്യൂ 44 ആണ്. അത് നമുക്ക് സ്ക്രീനിൽ ഈ രൂപത്തിലായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരും. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം. സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ സ്ക്രിപ്റ്റ് എന്ന് എഴുതി അതിനുശേഷം ഇവിടെ ഒരു കോൺസ്റ്റന്റ് വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ കോൺസ്റ്റ് എന്ന് എഴുതിയതിന് ശേഷം ഇതിന് നമ്മൾ പേര് ഒബ്ജക്റ്റ് 1 തന്നെയാണ് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം നമ്മൾ ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇവിടെ വന്ന് ക്ലോസ് ചെയ്ത് സെമിക്കോളം വെച്ച് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി ഇതേ രൂപത്തിൽ തന്നെ നമ്മളിവിടെ വന്ന് ഒബ്ജക്റ്റ് എന്നിട്ടതിന് ശേഷം ഡിഫൈൻ പ്രോപ്പർട്ടീസ് എന്ന് ചേർത്തതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. നേരത്തെ നമ്മൾ കൊടുത്ത ഒബ്ജക്റ്റിന്റെ പേര് ഇവിടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം കോമ ഇട്ടതിന് ശേഷം വീണ്ടും നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇനി ഇവിടെ വന്ന് നമ്മളൊരു ഫസ്റ്റ് പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മളിവിടെ വന്ന് പ്രോപ്പർട്ടി എന്ന് ചേർത്ത് കൊടുത്തു. പ്രോപ്പർട്ടീൻ്റെ പേര് നമ്മൾ 1 എന്നാണ് ചേർത്ത് കൊടുത്തത്. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ വന്ന് ഒരു കോളൻ ഇട്ടതിന് ശേഷം വീണ്ടും നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ വാല്യൂസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് ഞാൻ 142 എന്ന് ചേർത്ത് കൊടുത്തു, കോമ. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ വാല്യൂവും ഇതേ രൂപത്തിൽ തന്നെ ചേർത്ത് കൊടുക്കുക. കോളൻ ഇട്ടതിന് ശേഷം രണ്ടാമത്തേതിന് നമ്മൾ അടുത്തൊരു വാല്യൂ ചേർത്ത് കൊടുത്തു. ഇതേ രൂപത്തിൽ തന്നെ നമ്മൾ മൂന്നാമത്തെ വാല്യൂവും ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൂന്നാമത്തെ വാല്യൂ 423 എന്ന് ചേർത്ത് കൊടുത്തു, കോമ ഇട്ടു. എന്നിട്ട് ഇവിടെ ഓപ്പൺ ചെയ്തതിന് നമ്മളിവിടെ വന്ന് അടുത്തൊരു പ്രോപ്പർട്ടി കൂടി ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കോമ ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് രണ്ടാമത്തെ പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതിന് നമ്മളിവിടെ വന്ന് പ്രോപ്പർട്ടി 2 എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിവിടെ വന്ന് കോളൻ ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ കൊടുത്ത രൂപത്തിൽ തന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഓക്കെ, ഈ ബ്രാക്കറ്റ് കൂടി നമ്മളിവിടെ ഓപ്പൺ ചെയ്ത് എല്ലാം കൂടി അവസാനം നമ്മൾ സെമിക്കോളം, അതായത് രണ്ടാമത്തെ പ്രോപ്പർട്ടീസിൻ്റെ ഉള്ളിൽ നമ്മളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, അത് ലാസ്റ്റ് സെമിക്കോളം വെച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, ഇനി നമുക്കിത് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ കൺസോൾ ഡോട്ട് ലോഗ് ഇട്ടതിന് ശേഷം നമുക്ക് ആദ്യം തന്നെ ഒബ്ജക്റ്റ് 1 കോമ അതിനുശേഷം നമ്മൾ പ്രോപ്പർട്ടി 1 എന്നും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രോപ്പർട്ടി 1 എന്ന് ചേർത്ത് കൊടുത്തു. ബ്രാക്കറ്റ് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമുക്കിതൊന്ന് ഡിസ്പ്ലേ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഇതിലൊരു എറർ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇവിടെ
കോമയല്ല ഇട്ട് കൊടുക്കേണ്ടത്, ഡോട്ടാണ്. അപ്പോൾ നമുക്കിവിടെ ഡോട്ട് ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും റൺ ചെയ്യിക്കുമ്പോൾ നമുക്ക് ഇതിലെ വാല്യൂ, അതായത് ഏറ്റവും അവസാനത്തെ വാല്യൂ ആയിരിക്കും നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഓക്കെ, ഇതേ രൂപത്തിൽ തന്നെ ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടീസിൽ നമുക്ക് വാല്യൂ കൊടുത്തിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഇതിൽ രണ്ടാമത്തെ പ്രോപ്പർട്ടീസിൽ നമ്മൾ വാല്യൂ ഒന്നും കൊടുക്കാതെയാണ് ചെയ്തിരുന്നത്. ഇനി ഇതിൽ കൂടി നമുക്ക് വാല്യൂ കൊടുത്തിട്ടൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ വാല്യൂ ഇട്ടതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ഒന്നാമത്തതിന് നമ്മൾ വാല്യൂ ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് 22 ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഒരു കോമന്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് രണ്ടാമത്തിന് നമുക്ക് ഇതുപോലെ വാല്യൂ ചേർത്ത് കൊടുക്കുക. രണ്ടാമത്തിന് ഞാൻ 12 എന്നാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നേരത്തെ നമ്മൾ എങ്ങനെയാണോ കൊടുത്തത് അതേ രൂപത്തിൽ തന്നെ ഇവിടെ കോമ ഇട്ടിട്ട് ക്ലോസ് ചെയ്തു. ഇനി ഇത് ഡിസ്പ്ലേ ചെയ്യിക്കുമ്പോൾ നമുക്ക് ഒന്നാമത്തെ പ്രോപ്പർട്ടീസ് 1 എന്നും അതേപോലെ ഒരു കോമ ഇട്ടതിന് ശേഷം വീണ്ടും Object1 ഡോട്ട് പ്രോപ്പർട്ടി 2 എന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ രണ്ടാമത്തത് കൂടി നമുക്ക് പ്രിന്റ് ചെയ്യാൻ. അപ്പോൾ ഇതിവിടെ നമുക്ക് രണ്ട് വാല്യൂ ആണ് പ്രിന്റ് ചെയ്ത് വരുന്നത്. ഒന്നാമത്തതിന് ഈ ആദ്യത്തെ പ്രോപ്പർട്ടീസിന്റെ വാല്യൂ എന്താണോ അതും നമുക്ക് ഇവിടേക്ക് കിട്ടും. അതേപോലെ രണ്ടാമത്തെ പ്രോപ്പർട്ടീസിന്റെ വാല്യൂ എന്താണോ അതാണ് നമുക്കിവിടെ രണ്ടാമതായിട്ട് ഡിസ്പ്ലേ ചെയ്തു വരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് എങ്ങനെ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് ഡിഫൈൻ പ്രോപ്പർട്ടീസ് എന്ന മെത്തേഡ് ഉപയോഗിക്കുമെന്നും അതെങ്ങനെ നമുക്കത് വർക്ക് ചെയ്യിപ്പിക്കുക എന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇന്ന് ഇവിടെ ചെയ്തത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.